Okay, good morning students. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സിൽ ജേണലിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ജേണൽ, ജേണലിൻ്റെ ഫോർമാറ്റ്, ദെൻ ടൈപ്സ് ഓഫ് ജേണൽ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ലെഡ്ജറാണ്. ഓക്കെ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ലെഡ്ജർ? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ദ വേർഡ് ലെഡ്ജർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡച്ച് വേർഡ് ലെഡ്ജർ. ഒരു ഡച്ച് വേർഡ് ലെഡ്ജർ എന്നാണ് നമ്മൾ ഈ ലെഡ്ജർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ടു ledger means a book in which various accounts are kept. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഓക്കെ അത് സൂക്ഷിക്കുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അതിൽ ഒരു ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവും. കുറേ ടൈപ്പ്, നമ്മളൊരു ബിസിനസ്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടോ അതിനൊക്കെ ഒരു പ്രത്യേക അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. It is the ultimate destination of all transactions. Okay, പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. അതേപോലെ ജേണൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായിരിക്കും? സെക്കൻഡറി ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രീസ് ആണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. പ്രൈമറി ബുക്ക് ഓഫ് അക്കൗണ്ട് ആണ് ജേണൽ, സെക്കൻഡറി റെക്കോർഡ് ഓഫ് ബുക്ക് ഓഫ് എൻട്രീസ് ആണ് നമ്മളെന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? വേരിയസ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിക്കുന്ന ബുക്സിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ബുക്ക് ഓഫ് അക്കൗണ്ട് ആണ്. ഒരു ഡച്ച് വേർഡിൽ നിന്നാണ് ലെഡ്ജർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്? Ledger, all transactions are classified and recorded under suitable heads of accounts in a summarized form. അത് നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസും ക്ലാസിഫൈഡ് ആൻഡ് റെക്കോർഡഡ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡ്സ്. അതായത് എല്ലാ ട്രാൻസാക്ഷൻസിനും അതിൻ്റേതായ സ്യൂട്ടബിൾ ഹെഡ്സിൽ എന്താ പറയുക, സമ്മറൈസ്ഡ് ഫോമിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ലെഡ്ജറിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ജേണലിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ വരുന്നതാണ് ഇനി ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ഡെബിറ്റ് കോൾ ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് ആയിരിക്കും. അതിൻ്റെ ഫോർമാറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേറ്റ് കോളം, ദെൻ പെർട്ടിക്കുലർ കോളം, ജേണൽ ഫോളിയോ, എമൗണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത്, പക്ഷേ ഇത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കില്ല വരയ്ക്കുക, ഒന്നിച്ചാണ് വരയ്ക്കുക. അതേ സാധനങ്ങൾ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പെർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഇത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും ഇത്രയും ഭാഗം, ഇത് ക്രെഡിറ്റ് സൈഡാണ്. ഇങ്ങനെയാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ജേണലും പറഞ്ഞു, ലെഡ്ജറും പഠിച്ചല്ലോ. ജേണൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും ഡിഫറൻസ് എന്താണ്? ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ബുക്ക് ഓഫ് ഫസ്റ്റ് ഓർ പ്രൈമറി ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ബുക്ക് ഓഫ് ഫൈനൽ ഓർ സെക്കൻഡറി എൻട്രി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്കൻഡറി എൻട്രി ആയിരിക്കും ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ജേണലിൽ ഒരു നമ്മൾ പറഞ്ഞല്ലോ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും ട്രാൻസാക്ഷൻസ് എപ്പോഴും റെക്കോർഡ് ചെയ്യുക, അല്ലേ? നമ്മൾ ഡേറ്റ് കറക്റ്റാണ്, ഡേറ്റ് വൈസ് ആയിരിക്കും നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ലെഡ്ജറിൽ എങ്ങനെയായിരിക്കും? ഒരു അനലറ്റിക്കൽ റെക്കോർഡായിരിക്കും. അതിൽ ക്രോണോളജിക്കൽ ഓർഡർ ഒന്നും ഉണ്ടാവില്ല. അനലറ്റിക്കലായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ഹെഡ്സിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അനലറ്റിക്കൽ ഫോർമാറ്റിലായിരിക്കും അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ജേണൽ എന്ന് പറയുന്നത് എന്താ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് നോൺ ആസ് എന്താണ്? ജേണലിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ഓഫ് റെക്കോർഡിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നത്? ജേണലൈസിങ് എന്ന് പറയുന്നത്. ലെഡ്ജറിലാകുമ്പോൾ എന്താ പറയുക? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് നോൺ ആസ് പോസ്റ്റിംഗ്. ജേണലിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ജേണലൈസിംഗ് എന്ന് പറയുന്നു. ലെഡ്ജറിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ
ജേണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക്. ജേണൽ എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി ബുക്കായിരിക്കും. ലെഡ്ജർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്കാണ് എന്ത് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് കനോട്ട് ബി പ്രിപ്പയർ. ജേണൽ വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് പ്രൈമറി അക്കൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ലെഡ്ജറിലാകുമ്പോൾ എന്താ, ഫൈനൽ അക്കൗണ്ട് ക്യാൻ ബി പ്രിപ്പയർ. ഫൈനൽ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഏത് വെച്ചിട്ട്, ലെഡ്ജർ വെച്ചിട്ട്. ദെൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ട്രാൻസാക്ഷൻ. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കൗണ്ട്. നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്, ജേണലിൽ എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. മറ്റേതിലാകുമ്പോൾ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ആണ്. എന്ത്, ലെഡ്ജർ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആണ്, മറ്റേതിലൊരു ട്രാൻസാക്ഷൻസ് ആണ്. ദെൻ നരേഷൻ ഈസ് റിട്ടൺ ആഫ്റ്റർ എവറി എൻട്രി. നോ നരേഷൻ ഈസ് ഗിവൺ. അതായത് നമ്മൾ വിട്ടുപോയതാണ്, ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ പെയ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക, റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അതിൻ്റെ അടിയിൽ നമ്മളൊരു നരേഷൻ എഴുതണം, റെൻ്റ് പെയ്ഡ്. ഇങ്ങനെ ഒരു നരേഷൻ നമ്മൾ ആ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കണം. എവിടെ, ജേണലിൽ. ലെഡ്ജറിലാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നരേഷൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മൾ ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്. എന്തൊക്കെയായിരുന്നു അത് നോട്ട് ചെയ്ത് വെക്കുക. ജേണൽ ഒരു സൈഡ്, ലെഡ്ജർ. ജേണലിൽ വരുമ്പം ബുക്സ് ഓഫ് ഫസ്റ്റ് ഓർ പ്രൈമറി എൻട്രിയാണ് ജേണൽ എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത് ഫൈനൽ ഓർ സെക്കൻഡറി ആണ്, ബുക്ക് ഓഫ് ഫൈനൽ ഓർ സെക്കൻഡറി എൻട്രി. ദെൻ ജേണൽ എന്ന് പറഞ്ഞത് ക്രോണോളജിക്കൽ, സെക്കൻഡ് പോയിന്റ് ആണ്, ക്രോണോളജിക്കൽ റെക്കോർഡാണ് ജേണൽ എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറയുന്നത് അനലറ്റിക്കൽ റെക്കോർഡാണ്. മൂന്നാമത്തെ പോയിന്റ്, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് നോൺ ആസ് ജേർണലൈസിങ് ആണ്. എവിടെ, ജേണലിൽ. ലെഡ്ജറിൽ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് നോൺ ആസ് പോസ്റ്റിംഗ് ആണ്. ദെൻ ഫോർത്ത് പോയിന്റ്, ജേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്കാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ജേണൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് കനോട്ട് ബി പ്രിപ്പയർ ആണ്. എവിടെ, ജേണലിൽ. ഫൈനൽ അക്കൗണ്ട്സ് കനോട്ട് ബി പ്രിപ്പയർ. ലെഡ്ജറിൽ വരുമ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ആണ്. ഒന്ന് പഠിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതും അറിയാമല്ലോ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. സിക്സ്ത് പോയിന്റ് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ട്രാൻസാക്ഷൻ ആണ് ജേണലിൽ. മറ്റേത് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് അക്കൗണ്ട് ആണ്. ദെൻ നരേഷൻ ഈസ് റിട്ടൺ ആഫ്റ്റർ എവറി എൻട്രി. എവിടെ, ജേണലിൽ. നരേഷൻ ഈസ് റിട്ടൺ ആഫ്റ്റർ എവറി എൻട്രി ആണ് ജേണൽ എന്ന് പറഞ്ഞാൽ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നോ നരേഷൻ ഈസ് ഗിവൺ. നമുക്ക് അതിൽ നരേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ലെഡ്ജറിന് എന്താ പഠിച്ചു, ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് പഠിച്ചു. ദെൻ പോസ്റ്റിംഗ്, നമ്മൾ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്യൂട്ടബിൾ ഹെഡ്സ് അനുസരിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ ഓപ്പൺ ഫോർ ഈച്ച് പേഴ്സൺ ആൻഡ് ഈച്ച് ഐറ്റം ഓൺ സെപ്പറേറ്റ് പേജസ് ഇൻ ദ ലെഡ്ജർ. Then all transactions related to that person or item as recorded in the journal are transferred to the concerned account. എന്താണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഒരു ഈച്ച് പേഴ്സൺസിന് അനുസരിച്ചാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ഈച്ച് ബിസിനസ്സിലെ ഒരു ഈച്ച് പേഴ്സൺസിനാണെങ്കിലും ഈച്ച് ഐറ്റംസ് നമ്മൾ ബിസിനസ്സിലേക്ക് വന്ന ഐറ്റംസിനനുസരിച്ചായിരിക്കും ആണെങ്കിലും ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കൊരു സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും എന്താണ് ഈ ലെഡ്ജറിൽ പോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അപ്പം അതിന് ഒരു എക്സാമ്പിളാണ്. 10th November 2009 നമ്മൾ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എന്നാണ് ഡേറ്റ് വരുന്നത്. 10/11
2009 നമ്മൾ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷിന് നമ്മൾ ഗുഡ്സ് വിറ്റു അല്ലേ. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരിക? നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ക്യാഷ് എന്താ വരിക? നമുക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ജേണൽ ഫോർമാറ്റിൽ എങ്ങനെ എഴുതുക? ജേണൽ എങ്ങനെയായിരുന്നു എഴുതിയത്? ഡേറ്റ് കോളം, പെർട്ടിക്കുലർ കോളം, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ അത് ജേണലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ജേണൽ എങ്ങനെയാണ് എഴുതാന്ന് വെച്ചാൽ ജേണൽ എൻട്രി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജേണൽ എൻട്രിയിൽ വരുമ്പം നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ഇടും. ഒരു ഫോർമാറ്റാണ്. ഫസ്റ്റ് ഡേറ്റ് കോളം, ദെൻ പെർട്ടിക്കുലർ കോളം, ദെൻ ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഡേറ്റ് 10/11/2009 എന്താണ്? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ക്യാഷിന് ഗുഡ്സ് സെയിൽ ചെയ്തു. അപ്പോൾ എങ്ങനെ എൻട്രി വരിക? ക്യാഷ് വരികയല്ലേ ചെയ്തത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങനെയാണ് വരിക? സെയിൽസ്. അപ്പോൾ അതിന് നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ നരേഷൻ കൊടുക്കണം. എന്താ നരേഷൻ വരുന്നത്? ക്യാഷ് സെയിൽസ് അല്ലേ, നമ്മൾ ക്യാഷിനല്ലേ വിറ്റത്. ജസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി, ക്യാഷ് സെയിൽസ്. ലെഡ്ജർ ഫോളിയോ നമ്മൾ ഒരു കള്ളി അവിടെ ഇട്ടുന്നുള്ളൂ. ദെൻ ഡെബിറ്റ് എമൗണ്ട്, ദെൻ ക്രെഡിറ്റ് എമൗണ്ട്. അപ്പം ക്യാഷ് ഗുഡ് സോൾഡ് ഫോർ ക്യാഷ് എത്ര രൂപയ്ക്കാണ്? 10,000 റുപ്പീസിനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെബിറ്റിൽ ക്യാഷ് എത്ര വരും? 10,000 വരും. ക്രെഡിറ്റിലും എങ്ങനെ തന്നെ വരും? 10,000. ഇതാണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് ജേണൽ എൻട്രി. എങ്ങനെയായിരിക്കും നമ്മളൊരു ജേണൽ എൻട്രി വരിക? ഇനി ഇതിൽ നമ്മളത് പോസ്റ്റ് ചെയ്യണം. എവിടേക്ക്? ലെഡ്ജറിലേക്ക്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഡ്ജറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നമുക്കിവിടെ ക്യാഷ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും ഉണ്ട്, സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 അക്കൗണ്ടും നമ്മൾ ലെഡ്ജറിൽ വരുമ്പം പ്രിപ്പയർ ചെയ്യണം. എത്ര ഐറ്റംസ് ഉണ്ടോ, എത്ര ട്രാൻസാക്ഷൻസ് ഐറ്റംസ് ഉണ്ടോ അതിൻ്റെയൊക്കെ അക്കൗണ്ട് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ ലെഡ്ജറിൽ പറഞ്ഞത്. അപ്പോൾ ലെഡ്ജർ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഏത് അക്കൗണ്ട് ആണോ ആ അക്കൗണ്ടിൻ്റെ പേര് ഫസ്റ്റ് എഴുതാം. ലെഡ്ജർ ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം, ദെൻ പെർട്ടിക്കുലർ കോളം, ദെൻ ജേണൽ ഫോളിയോ, ദെൻ എമൗണ്ട് കോളം. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് കോളം, പെർട്ടിക്കുലർ കോളം, ജേണൽ ഫോളിയോ, ദെൻ എമൗണ്ട് കോളം, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡേറ്റ്, പെർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, എമൗണ്ട്, അതേപോലെ തന്നെ ഡേറ്റ്, പെർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, ദെൻ എമൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ജേണൽ എൻട്രി എന്നാണ് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ഡേറ്റ്, ഏത് ഡേറ്റിനാ? 2009 നവംബർ 10. ഓക്കെ, അപ്പോൾ ടു സെയിൽസ് ആണ് വന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുമ്പം ടു സെയിൽസ് ആകുമ്പോൾ ഡെബിറ്റ് സൈഡല്ലേ വരിക. അപ്പോൾ ഇവിടെ സെയിൽസ് എമൗണ്ട് എത്രയാണ് വരുന്നത്? 10,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന അതിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ടു സെയിൽസ് ആണ് വന്നത്. ഇപ്പോൾ 2 ആകുമ്പോൾ ഡെബിറ്റ് സൈഡിലായിരിക്കും വരിക. ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് എമൗണ്ട് ആണോ ആ എമൗണ്ട് എഴുതും. ഓക്കെ, എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാം.